ഇങ്ങനെ വായ ഒളിച്ചിരിക്കില്ല, മിസ് നിന്നെ നോക്കുന്നു, നീ വായ അടച്ചു പിടിച്ച്. ഫെലിക്സേ, നീനൊന്നുമില്ലേ? ഞാൻ വല്ല സ്വപ്നത്തിലുമാണോ? കണ്ട ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മിസ്സിനെ കണ്ടു കഴിഞ്ഞാൽ സ്വപ്ന ലോകത്ത് മാലാഖയായിട്ട് തോന്നും. എത്ര രസാണല്ലേ മിസ്സിനെ കാണാൻ. മാലാഖ കാണാൻ മാത്രമേ ഉള്ളൂ മാലാഖയുടെ ലുക്ക്. സ്വഭാവം കുട്ടിപ്പിശാസിന്റെ. ആരു, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്തോ കേട്ട പോലെ. ഓ, നമ്മളൊക്കെ എന്ത് പറയാനാ, ഞാൻ ഒരു ആത്മകഥം പറഞ്ഞതാ. അല്ല, വെയിറ്റ്, നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? ആരോന്ന്? ആരുഷ് എന്നുള്ള വലിയ പേര് ഞാൻ ഷോർട്ടാക്കി ആരോന്നാക്കി. കേട്ടല്ലേ? ഓ, അപ്പൊ നീയാണ് അവള്. നീ അല്ലേടി എന്റെ സ്വപ്നത്തിൽ ഇടക്കിടക്ക് കയറിവനെ? സത്യം പറ, നീ തന്നെ അല്ലേ? എടാ ദൈവത്തെ അല്ലല്ലേടാ, എടാടാ ഞാൻ ചുമ്മാ വിളിച്ചതാ. ഞാൻ നിന്റെ സ്വപ്നത്തിലൊന്നും വരാറില്ല. എടാ ഞാൻ അവളല്ലടാ, ഇവനാടാ ഇവൻ. നോക്ക്, ഞാൻ ഫെലിക്സാ. നീ മുണ്ടണ്ട, നീ തന്നെയാന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കൈക്കിട്ടാ ഞാൻ നോക്കിയിരിക്കുന്നു. നിനക്കുള്ള ഞാൻ തരാട്ടാ. ഗുഡ് മോർണിംഗ്. അല്ല, ഇതെന്താ ചന്തി? ഞാൻ ആ വരാന്തേന്ന് തൊട്ട് കേൾക്കണതാ കലപില. ചന്ത ഇതിനേക്കാൾ ഡീസന്റ് ആണെന്ന് തോന്നുന്നു. ഡാ ഫെലിക്സ്, അവിടെ എന്താ പണി? ഞാൻ ഇവിടെ സംസാരിക്കാണ്. വായിട്ട് അലക്കണ കണ്ടൂടെ? എണീറ്റ്. അല്ല, എന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ തിരുവായ ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമിലെങ്കിലും അടച്ചു പിടിക്കണമെന്ന്. എവിടെ കേൾക്കാൻ? വന്ന് നീ വഷളായ വരുവാ. മിസ്, മേ ഐ കം ഇൻ? ആ, വന്നല്ല നിന്റെ വാല്. എന്താണാവോ മാഡം ലേറ്റ് ആയത്? മിസ് നല്ല ചൂടില്ല, ഇന്ന് മിക്കവാറും ഗെറ്റൗട്ടടിക്കും. മിസ്, അത് ബ്ലോക്ക് കിട്ടിയതാ. ആ, നിനക്ക് മാത്രമുള്ള ബ്ലോക്ക് ഒക്കെ ഉള്ളൂ. ആ, വന്ന് കേറ്. അല്ല, നീ എന്തിനാടെ എണീച്ചിക്കണ കുക്കറക്കണ്ണ? അത് പിന്നെ എന്റെ അടുത്തിരിക്കുന്ന ഈ കുരിശാരണ ഞാനിപ്പോ ഇങ്ങനെ എണീറ്റ് കണ്ട അവസ്ഥ വന്നു. ദൈവം അങ്ങനെയൊന്നും ചെയ്യില്ല, നീ ആയിരിക്കും. ആ, നീയും കൂടി അങ്ങനെ പറ. ആ, എല്ലാവർക്കും ഇപ്പൊ ദൈവം മതിയല്ലോ, നമ്മളെ ഒന്നും വേണ്ട. അല്ല ദൈവം, നിങ്ങളെന്ത് സംസാരിച്ചേ? ചെറിയ കടം തീർത്തതാ. ഇപ്പൊ എല്ലാം ശരി അല്ലേ ഫെലിക്സേ? പിന്നെ എല്ലാ തോന്നും ശുഭം. ഇപ്പൊ എന്റെ പേരിലാണ് എല്ലാ കുറ്റം ഉള്ളൂ. അവിടെ എന്താ ഒരു ഗൂഢാലോചന? 3 കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കണേ. അല്ല, ഞാനിപ്പോ ഏത് ലെസൺ എടുക്കണേന്ന് അറിയൂ? അല്ല, ഏത് ടോപ്പിക് എടുക്കണേന്ന് അറിയൂ? എവിടെ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം കുശുശിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ എടുത്ത ടോപ്പിക് ഒരു 10 പ്രാവശ്യം എഴുതി കാണിച്ചിട്ട് ഇരുന്നാ മതി. മോനെ ദേവാ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയേക്കണേ. അല്ല, ഇതിപ്പോ ഏതാ സബ്ജക്ട്? നീ മിണ്ടാതിരുന്ന ഫെലിക്സേ, നീ കാരണമാണ് ഞങ്ങൾക്ക് ഇമ്പോസിഷൻ കിട്ടിയത്. എന്തു പറഞ്ഞേ? ഇമ്പോസിഷനോ? നന്നായി, നല്ല ആളാണ് ഈ പറയണേ. മര്യാദക്കിരുന്ന് എഴുതാൻ നോക്ക്, ഇനി അടുത്ത ഇമ്പോസിഷൻ കിട്ടണ്ടെങ്കിൽ. ഈ ബന്ധത്തിൽ ലേറ്റ് ആവണേ. കോളേജ് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായില്ലേ? അവന് വീട്ടിലെത്തണമെന്നൊന്നുമില്ലേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിനാ ഞാൻ അങ്ങോട്ട് വിളിക്കണേ? അവൻ ഇങ്ങോട്ട് വിളിച്ചോളേ, അവൻ ലേറ്റ് ആവുന്നു പറഞ്ഞു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണാൻ പറ്റുക. താഴെ അടുക്കളയിൽ പോയി നോക്കിയാലോ എന്തെങ്കിലും ഉണ്ടോന്ന്. ഫ്രിഡ്ജ് തുറന്നു നോക്കാം, അതിലെന്തെങ്കിലും കാണാതിരിക്കില്ല. ഡാഡി മമ്മി വീട്ടിലില്ല, തിന്നാനും ഒന്നുമില്ല, വിശന്നിട്ടാണെങ്കിൽ കണ്ടും കാണാൻ പറ്റണില്ല. ഹായ്, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അല്ല, ഇതെന്താ കപ്പ് നൂഡിൽസ്? മേളിലൊരു നോട്ട് ഉണ്ടല്ലോ, ഡോണ്ട് ടച്ച് മൈ നൂഡിൽസ്. ഇത് ദേവ് എഴുതിയതാന്ന് തോന്നുന്നു. ദേവിന്റെ കപ്പ് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. വേറെന്തെങ്കിലും ഉണ്ടോ ഇവിടെ തിന്നാൻ? ഒന്നുമില്ല. ഇതിപ്പോ ഇനി എന്ത് ചെയ്യും? വിശന്നിട്ടാണെങ്കിൽ വയറ് ഒച്ചപ്പാടുണ്ടാക്കുക. ഇതങ്ങ് തിന്നാലോ? ദേവിനോട് പറഞ്ഞാൽ മതി, അവൻ വഴക്കുണ്ടാക്കില്ലായിരിക്കുമല്ലോ. ഇതങ്ങ് തിന്ന. കപ്പ് നൂഡിൽസ് ദേവ് വരുമ്പോഴല്ലേ അതപ്പ നോക്കാം. ഇപ്പൊ ഇത് അകത്താക്കാം. ഈ ക്ലോക്കിന്റെ സൂചി എന്താ അനങ്ങാത്തെ? ഓട് സൂചി വേഗം ആകട്ടെ, വിശന്നിട്ട് പാടില്ല. 3 മിനിറ്റൊക്കെ ഇത്രയും തയ്യാറിക്കുണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിയണം. നൂഡിൽസിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും ടേസ്റ്റ് ചെയ്തിട്ട് തിന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അയ്യോ ദേവ്, ഇതിപ്പോ എവിടെ പൊളിപ്പിക്കുന്ന? പുറകിൽ ഒളിപ്പിക്ക. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ലേ. താറാങ്കുഞ്ഞൻ എന്തോ ഉടായിപ്പുണ്ടല്ലോ, എന്തായിരുന്നു ഇങ്ങനെ പരുങ്ങുന്നേ? അത് ദേവ്, നീ എന്താ ഇത്രയും ലേറ്റ് ആയത്? ഞാൻ വെയിറ്റ് ചെയ്യാറോ? അത് പിന്നെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയി. അല്ല, ഞാനെന്തിനാ നിന്നോട് വിശദീകരണം? നീ എന്റെ ആരാ? ഓ, ഞാൻ നിന്റെ ആരുമില്ലല്ലോ, എന്നെ ചോദിക്കത്തില്ല, സോറി. വിശന്നിട്ട് കോട്ടില് കയറിയെന്ന്. ഇവിടെ എന്താണ് ഞാൻ? രാവിലെ ഞാൻ ഒരു നൂഡിൽസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നോക്കട്ടെ. അയ്യോ, ഇതിപ്പോ ഒരു പെട്ടി മാത്രമേ ഉള്ളൂല്ലോ.
ഓ ഓ ഓ, ആ താറാങ്കുഞ്ഞിന്റെ വന്നപ്പോഴുള്ള പരുങ്ങല് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉടായിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നല്ലേ. ഡി വേണി, നീ എന്തിനാ ഞാൻ അടുത്ത് വെച്ച് നൂഡിൽസ് കഴിച്ചേ? അയ്യോ നൂഡിൽസോ? ഞാൻ തന്നിട്ടില്ല. ഇതിപ്പോ ആരാ തന്നെ? ഒയ്യോ പെട്ടി മാത്രമേ ഉള്ളൂല്ലോ. ഇതിപ്പോ ആരാണാവോ തന്നെ? എനിക്ക് തോന്നണ കള്ളം കേറിയെന്ന് നമ്മുടെ വീട്ടില്. ആ, നൂഡിൽസ് തിന്നാൻ വേണ്ടി മാത്രം കീറുന്ന കള്ളൻ അല്ലേ? ഡി താറാങ്കുഞ്ഞെ, നീയാ കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. മര്യാദ കഴിഞ്ഞ് ഇതിലുണ്ടാക്കി തന്നു. എനിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ ഉണ്ടാക്കാനാ? ഇവിടെ ഒന്നും ഇല്ലാതെയോ? അതേപോലെ തനിക്കറിയാലോ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അത് ശരിയാ, നീ ഉണ്ടാക്കി ഇപ്പൊ ഞാൻ തിന്ന് ബാക്കിയും വന്ന്. അല്ല, നിനക്കറിയോ വേണി, ഞാൻ നല്ല അസല് താറാവറി ഉണ്ടാക്കും. താറാവറി ഇന്നെന്തായാലും ഞാൻ നിനക്ക് അത് വെച്ച് തരാം. നല്ല നാടൻ താറാവരച്ചല്ലേ എന്റെ മുമ്പിലിരിക്കണം. എന്റെ ഈശ്വര, പ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് എന്നെ വെട്ടിയളപ്പത്ത് വെക്കും. തീർച്ച ഓടി രക്ഷപ്പെടാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലല്ലോ എന്റെ ദൈവമേ. അതെ കൊക്കാച്ചി, ഓടിക്കോ. അതെ ദേവ്, സോറി, ഞാൻ നൂഡിൽസ് തന്നു, സത്യമാണ്. പക്ഷെ താൻ എന്നെ വെട്ടി അളപ്പത്ത് വെക്കരുത് പ്ലീസ്. നീ പ്രാവശ്യം രക്ഷപ്പെട്ട് ഓടിക്കോ, എന്നെങ്കിലും നീ എന്റെ കൈ കിട്ടാതിരിക്കില്ല. എന്റെ ദൈവമേ, ഇന്ന് ആ കാട്ടുമാക്കാൻ എന്നെ എടുത്ത് അടപ്പത്ത് വെച്ചാനെ. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട്. ഇനി ഇവിടെ അടഞ്ഞൊതുങ്ങിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങണ്ട വേണി നീ. എന്തൊരു മണം! അടുക്കളയിലാണല്ലോ. ഇനി അവൻ കുക്ക് ചെയ്യാണോ? വെള്ളം കുടിക്കണ വ്യാജന അവന്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. നല്ല ഓംപ്ലേറ്റിന്റെ മണം. ഇങ്ങനെ എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരുവാവോ? അതെ ദേവ്, താൻ കുക്ക് ചെയ്യാണോ? അല്ല, മാങ്ങ പറിക്കാം. തനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്ത് വിരോധം? മാങ്ങ പറിച്ചോ? ഈ കാട്ടുമാങ്ങ എനിക്ക് റൂമിൽ കിടക്കാനേ പറ്റില്ല. ഇവന്റെ ഓംപ്ലേറ്റിന്റെ മണം കാരണം. ഇനി എന്ത് ചെയ്യും? ക്ലിപ്പ്. ഇതങ്ങ് മൂക്കിലേക്ക് വെച്ചിട്ട് അപ്പൊ മണം അടിക്കില്ലല്ലോ. സ്വസ്ഥം. എനിക്കാണ് ഈ മണം കേട്ടിട്ട് വിശന്നിട്ടും വയ്യ. ഇപ്പൊ എന്താ സമാധാനം? കേറി കിടന്ന് ഉറങ്ങിയേക്കാം. താറാങ്കുഞ്ഞ് ഉടങ്ങൂ? അതെ മാഡം, ഉറങ്ങണേന് മുമ്പ് പാത്രം കഴുകിയിട്ട് വന്ന് ഉടങ്ങട്ടോ. അതെ, തനിക്ക് പണിഷ്മെന്റാ. എന്റെ നൂഡിൽസ് എന്തിനാ താൻ എടുത്ത് കഴിക്കാൻ പോയത്? അപ്പോ താൻ പാത്രമൊക്കെ കഴിക്കോ. ഞാൻ ഉണ്ടാക്കിയ ഓംപ്ലേറ്റിന്റെ പാത്രമൊക്കെയാ. ഇനി നാളെ രാവിലത്തേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ മണ്ണ് അടിയും. മര്യാദക്ക് ഇപ്പൊ തന്നെ പോയി കഴുകും. ഈ കാട്ടുമാക്കാൻ എന്നെയും കൊണ്ട് പോകും. ശരി, ഞാൻ ചെയ്തോളാം. ഇനി താഴെ ചെന്ന് പാത്രം ക്ലീൻ ചെയ്ത് ഞാൻ എപ്പോ കിടന്നുറങ്ങാനാ? കിച്ചൺ ക്ലീൻ ആണല്ലോ, പാത്രം കഴുകാനില്ല. പിന്നെന്തുവാ ആ പാത്രം കഴുകിയൊക്കാൻ പറഞ്ഞേ? ഇതിപ്പോ എന്ത് അടച്ചു വെച്ചേക്കണേ? ഓംപ്ലേറ്റോ? അമ്പോ, അവൻ എനിക്കുണ്ടാക്കി വെച്ചോ? സൂപ്പർ. അപ്പൊ സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. വാവ്, മണം പോലെ തന്നെ അടിപൊളി. അപ്പൊ സ്റ്റുഡൻസ്, വി ആർ സ്റ്റാർട്ടിംഗ് ന്യൂ ലെസൺ. ടേക്ക് ദ പേജ് 558. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങിയാലോ? എക്സ്ക്യൂസ് മീ മിസ്, എനിക്ക് അകത്തേക്ക് വരാവോ? എടോ, താനെന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് അടിച്ചു കയറി വന്നെ? അത് പിന്നെ മിസ്സിനെ കാണാമെന്ന് ഞാനിപ്പോ കുറെ ആയി ആലോചിക്കണം. പക്ഷെ ടൈം അങ്ങ് ഒത്തു വന്നില്ല. അതാ ക്ലാസ്സിലേക്ക് അങ്ങ് വരാൻ തീരുമാനിച്ചു. മിസ് എന്റെ കൂടെ ഒന്ന് വന്ന. എന്തിനാ? തനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബ്രേക്കില് സ്റ്റാഫ് റൂമിൽ വന്ന് സംസാരിക്കണം, അല്ലാതെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണോ? അത് പിന്നെ മിസ്സേ, അവിടെ ഒരു പ്രൈവസി ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ ടീച്ചർമാരൊക്കെ പുറത്തു പോയി കാണും. അപ്പൊ നമുക്ക് ഒന്നും ഔട്ടിങ്ങും ആവും. എന്താ മിസ്സേ, മഞ്ഞില്ലേ? ആകാശ്, ഇപ്പൊ പറ്റത്തില്ല. താൻ തന്റെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല മിസ്സേ. എന്തായാലും ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിറങ്ങി. ഇനി മിസ് വന്നേ പറ്റൂ. വരാനാ പറഞ്ഞേ. ഞാൻ പച്ച മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞേ ക്ലാസ്സിൽ കയറിപ്പോ. ഇപ്പൊ കിട്ടാനുള്ള കിട്ടിയില്ലേ, ഇനി ക്ലാസ്സിൽ പോക്കോ. ഓ, നീ എന്നെ തല്ലിയില്ലേടി? നിനക്ക് ഞാൻ കാണിച്ചിടാടി ഈ ആകാശാരാന്ന്. അല്ല ഫെലിക്സേ, ഇതിപ്പോ ഏതാ പുതിയ അവതാരം? ഇത് ഒരു ഒന്നൊന്നര അവതാരം തന്നെയാ. ഇത് നമ്മുടെ സീനിയർ ആടാ, ആകാശ് ശിവ. ഓ, സീനിയർ ആണോ? അതിന്റെ ആളല്ലേ നെഗിളിപ്പൊക്കെ. അല്ല, നമ്മുടെ മിസ്സായിട്ട് എന്താ പ്രോബ്ലം? ഓ, ഇത് സ്ഥിരാടാ. ഇവൻ ഇങ്ങനെ ഇടക്ക് കയറി വരും. എന്നിട്ട് മിസ്സിന്റെ വഴി ചെയ്യാൻ തിരിച്ചറിയിപ്പോ മിസ് എന്നീ കോളേജിൽ വന്നു അന്ന് മുതൽ ഇവൻ ഇങ്ങനെ പുറകിടക്കണതാ മിസ്സിന്റെ.
പക്ഷെ മിസ് അടുപ്പിച്ചിട്ടില്ല. ആ ഫ്ലോ അങ്ങോട്ട് പോയി. വാ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മളിപ്പോ എന്താ പറഞ്ഞു നിർത്തി? എടാടാ, നിങ്ങൾ രണ്ടുപേരും സംസാരം ഇതുവരെ തീർന്നില്ലേ? നിങ്ങൾ എന്തോന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? അല്ല, നിങ്ങൾ പറ, എന്തീ സംസാരിച്ചുകൊണ്ടിരിക്കണേ നിങ്ങള്? മിസ് ഞങ്ങൾ സംശയിച്ചില്ല മിസ്. മിസ് ക്ലാസ് എടുത്തു. ഞാനേ കൊറേ നേരം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് വായടച്ച് കുറച്ചു നേരം പോലെ ഇരിക്കാൻ വയ്യ. പക്ഷെ എനിക്ക് പറയണം, നിങ്ങൾ അവിടെ എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നേ? പറ. മിസ് ഞങ്ങൾ സംശയിച്ചില്ല മിസ്. മിസ് ക്ലാസ് എടുത്തു. എടാ ഫിലിക്സേ, ഇതിന് ഞാൻ ഉത്തരം പറയണം, നീ മിണ്ടായിരുന്നു. അത് പിന്നെ മിസ്, ഞാനും ഫിലിക്സും ഗാഢമായ ചർച്ചയിലായിരുന്നു എവിടെ നിന്നാണ് നല്ല താറാവരച്ചി കിട്ടുക എന്നുള്ള സംശയം. മിസ്സിനറിയോ അടുത്തുനിന്ന് എവിടെ ഈ നാടൻ താറാവരച്ചി കിട്ടാന്ന്? അന്ന് ഇപ്പൊ തന്നെ അന്വേഷിച്ചു തുടങ്ങിക്കോ രണ്ടുപേരും കൂടി. എന്തായാലും എന്റെ ക്ലാസ്സിൽ ഇനി ഇരിക്കണ്ട, ഗെറ്റ് ഔട്ട്. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുന്നു ആലോചിച്ചിരിക്കായിരുന്നു. മിസ്സായിട്ട് തന്നെ ഒരു വഴി ഒപ്പിച്ചു തന്നല്ലോ. ബാടാ മച്ചു, നമുക്ക് ക്യാൻറ്റീൻ ചെന്ന് ഒരു ചായ കുടിക്കാം. താൻ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഡിന്നർ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. താറാകുഞ്ഞിന് മാനസാന്തരം വന്നാ? ഞാൻ ഫ്രഷായി വന്നോളാം, താൻ കഴിച്ചു? ഇല്ല ദേവ്, താൻ പോയിട്ട് വാ, എന്തായാലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ദേവ് സൂക്ഷിച്ച്. എന്താ ആലോചിച്ചിരിക്ക? എന്നെ വിട്. അയ്യോ സോറി ദേവ്, ഞാനെന്തോ ആലോചിച്ച്. എന്തെങ്കിലും ബുദ്ധി ഉദിച്ചല്ല. എന്താ പുറത്തുനിന്ന് മേടിക്കാന്നൊക്കെ തീരുമാനിച്ചേ? ഈ ഡിന്നർ നമ്മൾ മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യുമല്ലോ, അത് വേണ്ടെന്ന് കരുതി. പിന്നെ ദേവ്, ഐ എം സോറി, ഞാൻ കരുത്തി അത്രയും ദേഷ്യപ്പെട്ടതല്ല. അവൻ ആകാശ്, അവനോടുള്ള ദേഷ്യ. ഐ എം റിയലി സോറി, ഞാൻ അത്രയും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇന്നെടുത്ത നോട്ട്സാണ്, നീ ഇത് നോട്ട് കംപ്ലീറ്റ് ആക്കണം, അവനും കൊടുക്കണം, ഫെലിക്സിന്. ശരി, ഞാൻ കൊടുത്തേക്കാം. ഇതിപ്പോ ആരാ? സുബു, നീയോ? നീ ഇപ്പോഴാ ലാൻഡായേ?